നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ശക്തമായ ഇടപെടൽ നടത്തി ഹൈക്കോടതി. സർക്കാർ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ച, സർക്കാർ ഒഴിവാക്കാൻ ശ്രമിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ശക്തമായ നടപടി വേണമെന്നാണ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് നൽകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. എന്തിനാണ് സർക്കാർ ഒളിച്ചു കളിക്കുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. സത്യത്തിൽ സർക്കാരിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. കഴിഞ്ഞ 4.5 വർഷം മുമ്പാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തിയത്. സർക്കാരിന് മുന്നിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് കൃത്യമായി പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ടിന്മേൽ ഗൗരവമുള്ള നടപടിയെടുക്കാൻ സർക്കാർ തുനിയാത്തത്? ഇത്തരത്തിലുള്ള പരാമർശങ്ങളോടെയായിരുന്നു വളരെ ഗുരുതരമായ രീതിയിൽ സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചത്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഒരു കാര്യവും ചെയ്യാത്തത്? എന്തുകൊണ്ട് സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു? ഇത് ചില ആളുകൾ ചെയ്ത തെറ്റാണ്, ചില ആളുകൾ ഇതിൽ വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തെറ്റ്, ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ ക്രൈമിന്മേൽ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഏറ്റവും നിർണായകമായ ചോദ്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാർ എവിടെയാണോ പരാജയപ്പെടുന്നത് അവിടെ ജുഡീഷ്യറി ഇടപെടുന്നു. ആ ജുഡീഷ്യൽ ആക്ടിവിസമാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പാവുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നത് സർക്കാർ രൂപീകരിച്ച ഒരു സമിതിയായിരുന്നു. ആ സമിതിക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലം സംസ്ഥാന സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് WCCയുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും ഇടപെടലിൻ്റെ ഭാഗമായ റിപ്പോർട്ടിൻ്റെ ചെറിയൊരു ഭാഗം പുറത്തു വന്നു. ഇപ്പോഴും അതിൻ്റെ കാതലായ ഭാഗങ്ങൾ സർക്കാർ മറച്ചു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത്, ആ റിപ്പോർട്ട് പൂർണ്ണമായും നിങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകൂ. അന്വേഷണ സംഘത്തിന് ഇതിന്മേൽ നടപടിയെടുക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്, അധികാരവുമുണ്ട്. അന്വേഷണ സംഘം നടപടിയെടുക്കണം. ഓഡിയോ ക്ലിപ്പ് അടക്കം ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ആളുകൾ, സ്ത്രീകൾ സമർപ്പിച്ചിട്ടുള്ള തെളിവുകളടക്കമാണ് അന്വേഷണ സംഘത്തിന് നൽകേണ്ടത്. ആ അന്വേഷണ സംഘം ആ തെളിവുകൾ കൈപ്പറ്റി പരിശോധിച്ച ശേഷം മാത്രമേ കോടതിക്ക് മുന്നിൽ സീൽ വെച്ച, മുദ്ര വെച്ച കവറിൽ നൽകിയിട്ടുള്ള ആ റിപ്പോർട്ട് കോടതി തുറന്ന് പരിശോധിക്കൂ. കാരണം ഇതിന് സുതാര്യത വേണം. സുതാര്യതയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഈ റിപ്പോർട്ടിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുകയും വേണം. പക്ഷേ അന്വേഷണത്തിന് റിപ്പോർട്ട് ആവശ്യമാണ്. ആർക്കൊക്കെതിരെയാണ് ഈ റിപ്പോർട്ടിൽ മൊഴികളുള്ളത്? ആരൊക്കെയാണ് മലയാള സിനിമയിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയത്? സ്ത്രീകളെ പീഡിപ്പിച്ച ആ വലിയവന്മാർ, ആ മാഫിയയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയണം. പൊതുസമൂഹത്തിന് അറിയുന്നതിന് മുൻപ് തന്നെ ഇവർക്കെതിരെ നിയമപരമായ നടപടികൾ കൈക്കൊള്ളേണ്ട ബാധ്യത കേരളത്തിലെ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ഈ റിപ്പോർട്ടിനെ കുറിച്ച് അവഗാഹമുണ്ടാകണം. അതിന് റിപ്പോർട്ട് പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് നൽകണം. വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ നിർദ്ദേശം, ഈ വിധി. എന്തായാലും മറ്റു ചില കാര്യങ്ങൾ കൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ മാധ്യമ വിചാരണ വേണ്ട. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ യാഥാർത്ഥ്യങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കവും സംബന്ധിച്ച് ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിച്ചമച്ച കഥകൾ മെനയുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളടക്കം. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമ വിചാരണ ആവശ്യമില്ല. അതുമാത്രവുമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ കേസിൻ്റെ, ഈ റിപ്പോർട്ടിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഗൗരവപൂർവ്വമാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. മാധ്യമങ്ങളോട് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണം ആവശ്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. സ്ത്രീകൾ മൈനോറിറ്റി അല്ല, മെജോറിറ്റി ആണെന്ന വളരെ ഗൗരവമുള്ള ഒരു പരാമർശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഗൗരവമുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിൽ വന്നിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായില്ല? വർഷങ്ങൾക്ക് മുൻപേ കിട്ടിയ റിപ്പോർട്ട് 4.5 വർഷക്കാലം എന്തിനാണ് സംസ്ഥാന സർക്കാർ പൂഴ്ത്തിവെച്ചത്? ഇതിൽ ആരെ രക്ഷിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് സംസ്ഥാന സർക്കാരിൻ്റെതുള്ളത്? സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നതന്മാർ ആരെങ്കിലും ഇതിൽ ആരോപണ വിധേയരായിട്ടുണ്ടോ? അങ്ങനെ സർക്കാരിന് ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമമുണ്ടെങ്കിൽ അത് തന്നെ നിയമപരമായി തെറ്റല്ലേ എന്നുകൂടി ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഹൈക്കോടതി സ്ത്രീ പീഡനം നടന്നു എന്ന് ഒരു റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടും
ആ പീഡന വീരന്മാർക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളടക്കം അതിനെ പൂഴ്ത്തി വെച്ച് പീഡന വീരന്മാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് ക്രൈമിന് തുല്യമായ, ഒരാൾ ചെയ്ത ക്രൈം മറച്ചു വയ്ക്കുന്നത് ആ ക്രൈമിന് തുല്യമായ ഒരു കുറ്റകൃത്യമായിട്ട് കൂടി കോടതി കണക്കാക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ചെകിട്ടത്തടിക്കുകയാണെന്ന് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് എത്രയും വേഗം നൽകണം. അന്വേഷണ സംഘത്തിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കാം. കുറ്റക്കാർക്കെതിരെ കർക്കശമായ നടപടികൾ എടുക്കണമെന്ന് കൂടി ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു.